ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിഷൻ 110 കൂടി പ്രഖ്യാപിച്ചതോടെ കേരളം തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് എത്തി നിൽക്കുകയാണ്. തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് മിഷൻ 110മായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാർഗരേഖ. സിറ്റിംഗ് സീറ്റുകൾക്കൊപ്പം കുറഞ്ഞ വോട്ടിന് തോറ്റ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുക എന്നതാണ് LDFന്റെ സുപ്രധാന ലക്ഷ്യം. LDFന് 110 സീറ്റുകൾ ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാൻ 100 സീറ്റുകളുമായി UDFും കിങ് മേക്കർ പദവി ലക്ഷ്യമിട്ടുകൊണ്ട് BJPയും കളം നിറയുകയാണ്. തുടർഭരണം ഉറപ്പാക്കാൻ 110 സീറ്റുകൾ എന്ന ലക്ഷ്യവുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മാർഗരേഖ. സിറ്റിംഗ് സീറ്റുകൾ സംരക്ഷിക്കുന്നതിനൊപ്പം കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് നഷ്ടമായ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. തിരുവനന്തപുരത്ത് നടന്ന മന്ത്രിമാരുടെ പ്രത്യേക യോഗത്തിൽ മുഖ്യമന്ത്രി ഈ പദ്ധതി അവതരിപ്പിച്ചു. വിവാദങ്ങളിൽ നിന്ന് സർക്കാരിനെ മാറ്റിയെടുക്കാൻ, വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് LDFന്റെ തീരുമാനം. ആരോപണങ്ങളെ വികസന നേട്ടങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാകും CPM നയിക്കുന്ന LDF മുന്നണിയുടെ. 100-ലധികം സീറ്റുകൾ നേടി കഴിഞ്ഞ 2 തവണ കൈവിട്ട ഭരണം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFന്റെ നീക്കം. വയനാട്ടിൽ നടന്ന ലക്ഷ്യ 2026 ക്യാമ്പിൽ ഇതിനായുള്ള പദ്ധതികൾക്ക് രൂപം നൽകി കഴിഞ്ഞു. 85 മണ്ഡലങ്ങളിൽ നിലവിൽ മുൻതൂക്കമുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പിന് പകരം വിജയ സാധ്യതക്ക് മാത്രം മുൻഗണന നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം. ശരിയായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ജനപിന്തുണ ഉറപ്പാക്കുക എന്നതിലാണ് പ്രധാനമായും UDF ശ്രദ്ധ വെക്കുന്നത്. 40 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മത്സരിക്കാനാണ് BJP അഥവാ NDA തയ്യാറെടുക്കുന്നത്. ഇതിൽ കുറഞ്ഞത് 20 സീറ്റുകളിലെങ്കിലും വിജയിച്ച് ഒരു തൂക്കുമന്ത്രിസഭ വന്നാൽ ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന കറുത്ത കുതിരകളാവുക എന്നത് തന്നെയാണ് BJPയുടെ സ്വപ്നം. തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി.